പ്രൈസ് ദി Praise the ലോർഡ്, Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരൂടെ തരാൻ താല്പര്യപ്പെടുന്നു ചർച്ചിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച സാമ്പത്തിക സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻകറേജ് ചെയ്ത സഭയിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഇവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ 75ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഈ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസികളുമായി സെലിബ്രേറ്റ് ചെയ്തു. ഫ്ലൈ ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम കർത്താവിന്റെ അനുഗ്രഹത്താൽ പല പല കാര്യങ്ങളും നല്ലോണം പോകുന്നു. ഒത്തിരി പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്നത് പുൾപിറ്റിന്റെ മുന്നിലാണ്, സ്റ്റേജിന്റെ മുന്നിലാണ്. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ആരാധന സഭ ഇവിടെ നടക്കുന്നു. ആളുകൾ വന്നു പോകുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ടിൻ ഷെഡിലാണ്. ഒത്തിരി ചൂട് സമയമാണ്. റെക്കോർഡിങ് കാരണം ഫാനും കാര്യങ്ങളും ഒന്നും ഓൺ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ പല പല കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി ചൂട്. 10 മണിക്ക് ആരാധന തുടങ്ങി 1 മണി വരെ ആരാധന നടക്കുന്ന സമയത്ത് ടിൻ ഷെഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ കുറച്ച് ഫാനുകളുണ്ട്. കുറച്ച് ഫാനുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസികൾ ചൂടത്താണ് ഇരിക്കുന്നത്. കുറച്ച് കൂളറുകൾ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ കൂളറുകൾ. അതിന് തന്നെ ഒരു 15,000 രൂപ ഓരോ കൂളറിന് വരും. ഒരു 4 കൂളറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഫാനുകളുടെ ആവശ്യമുണ്ട്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. പല ബില്ലുകൾ പേ ചെയ്യാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് കർത്താവ് ഇതുവരെ നമ്മളെല്ലാം ഉപയോഗിച്ച പോലെ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒത്തിരി സേവ ചെയ്യുന്ന ആളുകളുണ്ട്. സോ പല മിനിസ്ട്രികളുമായി ചേർന്ന് നിന്ന് പാർട്ട്ണർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷം വന്നത് വേറെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വന്ന് കഷ്ടപ്പെട്ടു, സാമ്പത്തിക റിസോഴ്സുകൾ ചെയ്തു. അതുപോലെ ഇപ്പൊ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പല വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ദൈവവചനം ഇതുവരെ അറിയാത്ത പല ഗ്രാമങ്ങളിലും വില്ലേജുകളിലും എത്തട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഫരീദാബാദ് ഒരു ടൗൺ, അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്ന് നിൽക്കുന്ന പലർക്കും അത് എക്സ്പീരിയൻസ് തന്നെ പുതിയതാണ്. അപ്പൊ ഈ അടുത്തുള്ള പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അല്ലേ ഒരു 10-15 ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് ഇവര് എരുമയെ കറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. സോ വളരെ റോ ആയിട്ടുള്ള മനുഷ്യർ. യേശുവിനെ എന്തെന്ന് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല, ദൈവത്തിനെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി കോർഡിനേഷൻ ചെയ്യാനുണ്ട്. സ്റ്റേജ് എല്ലാം ടെമ്പററി സെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് 4 മണിയാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി പോയാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കഴിഞ്ഞ് എല്ലാം രണ്ടാമതെല്ലാം ഇറക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ ഫുൾ ഒരു സൺഡേ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചു. ജീസസ് കിച്ചന് വേണ്ടി ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും നന്ദി. ഇതുവരെ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതിലോട്ട് വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലും പറഞ്ഞ പോലെ വീടില്ലാത്തവരാണോ നിങ്ങൾ? വീടില്ലാത്തവരോട് ഞാൻ സ്പെസിഫിക്കലി പറയുന്നു, കർത്താവിന്റെ ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങൾക്ക് വീട് തരും. കാരണം അത് കർത്താവിനോട് പറഞ്ഞ ഒരു വാചകമാണ്. ഈ അടുത്ത ദിവസം ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകുന്നു. കാരണം അങ്ങനെ ഒരു അനോയിന്റിങ് അങ്ങയുടെ മേളിലോട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് അത് കർത്താവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇൻസ്ട്രുമെന്റലായിട്ട് ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പ്രാർത്ഥനാ സഹായങ്ങളും എനിക്കറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സോ കേരളത്തിൽ കൊറോണ കൂടുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നങ്ങളില്ല ഈ സമയത്ത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൈകളെ പിടിക്കാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഫൈനാൻസ്, ഫാമിലി, എല്ലാവരുടെയും കൈകളൊന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ,
ഈ സമയത്ത് കേരളത്തിലെ മലയാളി വിശ്വാസ സമൂഹത്തിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇതുവരെ അവർ വിതച്ചതിനായി നോർത്ത് ഇന്ത്യയിലെ ഈ ഫരീദാബാദിലെ ഹരിയാനയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഞങ്ങളുടെ കൂടെ നിന്നതിനായി നന്ദി അപ്പാ. എല്ലാ കുടുംബങ്ങൾ, അത് 1 രൂപ വിതച്ചവരാണോ അതിലും വലിയ വലിയ എമൗണ്ടുകൾ വിതച്ച് അവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പാ, വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ കർത്താവെ നന്ദി. ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അവർ കർത്താവിൽ രക്ഷ അറിയുമ്പോൾ, കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണേ കർത്താവെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങയുടെ പ്രീതിക്ക്, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ അപ്പാ. നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഈ സമയത്ത് കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. കൊറോണയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പ. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് ഇത് നിൽക്കട്ടെ അപ്പ. രണ്ടാമത് സഭകളിൽ വലിയ ആരാധനകൾ തുടങ്ങട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി വരട്ടെ അപ്പ. ഇതുവരെ പുലർത്തിയതിന്, ഞങ്ങളെ നടത്തിയതിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വേഴ്സാണ് ഓർമ്മ വന്നത്. നെഹമായ എല്ലാം ചെയ്തതിന് ശേഷം നെഹമായ ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നോട് പറഞ്ഞേ, ലോർഡ് റിമെമ്പർ മീ, റിമെമ്പർ മീ. ഞാനും അത് തന്നെ പറയുന്നു. നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ കർത്താവിനോട് പറയാൻ പറ്റത്തില്ല, കർത്താവ് ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് നമ്മളെ ഓർക്കും. കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്ത യോഗ്യൻ, ഞാൻ ആരുടെയും കടക്കാരനല്ല. സോ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും കർത്താവ് നമ്മളെ പല രീതിയിൽ അനുഗ്രഹിക്കും. ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സാമ്പത്തിക സഹായികൾക്ക് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി 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 മഹിമയോടെ യൂസ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈ. परमेश्वर मेरा परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर. Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. यीशु मसीह के प्रेम और दया और अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എന്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ യേശു കർത്താവിന്റെ സുവിശേഷ വേലകളിൽ പാസ്റ്റർമാരുടെ രൂപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. और इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके पासवान की सेवकाई करते हैं फरीदाबाद क्षेत्र में. ഞങ്ങളുടെ ചർച്ച് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കർത്താവിന്റെ സുവിശേഷ വേല മുന്നോട്ട് വളരാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും കൊണ്ട് പറ്റുന്ന പ്രാർത്ഥന, സാമ്പത്തികം, മറ്റുള്ള എല്ലാ ഏരിയകളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സുവിശേഷം ഈ നോർത്ത് ഇന്ത്യയിൽ വളരട്ടെ. और हमारे कलीसिया का नाम टेम्पल ऑफ द मोस्ट हाई गॉड चर्च है. आप हमारे लिए, कलीसिया के लिए, भिन्न भिन्न सेवकाइयों के लिए जरूर प्रार्थना कीजिएगा. और जो आपके द्वारा, आपके परिवार से जो भी योगदान हो सकता है, चाहे वो फाइनेंस से हो, चाहे वो प्रेयर के द्वारा हो, जो कुछ आप कर सकते हैं जरूर कीजिएगा. നമ്മള് അനുഗ്രഹങ്ങളും ശാപങ്ങള്, ജനറേഷണൽ കഴ്സ്, അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:30, എല്ലാ ബുധനാഴ്ചയും രാവിലെ 8:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ നിങ്ങൾ ഈ എപ്പിസോഡുകൾ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്പർ, ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ അതിന്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. और जैसे कुछ एपिसोड से हम ब्लेसिंग और कर्सेस के ऊपर एक स्टडी करते जा रहे हैं, अगर आपने कोई भी एपिसोड मिस किया हो तो आप ये जो व्हाट्सएप नंबर है, इस पे आप व्हाट्सएप कर सकते हैं और मैं आपको यूट्यूब का लिंक उसी व्हाट्सएप नंबर पे भेजूंगा और आप उस पे जाके आप सीख सकते हैं. ഇന്ന് നമുക്ക് 2 ശമൂവേൽ 21:1 മുതൽ 14 വരെ ഒന്ന് പഠിക്കാം. ബുക്ക് ഓഫ് 2 സാമുവൽ ചാപ്റ്റർ 21 വേഴ്സ് 1 to 14. വളരെ ശ്രദ്ധയോടെ ബൈബിളും കൊണ്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹപരമായിരിക്കും. और आज हम पढ़ेंगे दूसरा शमूएल 21 का 1 से लेकर 14 तक. अपने बाइबल को अपने साथ रखिएगा और हम मिल के पढ़ेंगे. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നടക്കുന്ന പോലെ തന്നെ 3 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയി ക്ഷാമം നടന്നു. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബിയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബ്യോനരോട് വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബ്യോനർ ഇസ്രായേലിയരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളയുവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബ്യോനരോട്,
ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബിയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തൊക്കെ വണ്ണം ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃദ്ധനായ ശൗലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് ദാവൂദ് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവൂദും ശൗലിന്റെ മകനായ യോനഥനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥന്റെ മകൻ മെഫിബോശത്തിനെ ഒഴിച്ച് അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരെ, അർമോനിയെയും മെബിഷോത്തിനെയും ശൗലിന്റെ മക്കളായ, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഇനി 14 വരെ വരാം. ശൗലിന്റെ അവന്റെ മകൻ യോനാഥന്റെ അസ്ഥികളെ അവൻ ബെന്യാമിൻ ദേശത്തെ സേലയിൽ അവന്റെ അപ്പനായ കീഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെ അവർ ചെയ്തു. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി. നമുക്കൊന്ന് ഹിന്ദിയിൽ ഒന്ന് പഠിക്കാം. दूसरा शमूएल 21 का 1 से लेकर। दाऊद के दिनों में लगातार 3 वर्ष तक अकाल पड़ा। इसका मतलब जिस प्रकार हम एक अकाल में जा रहे हैं, उसी प्रकार वहां पे भी उस टाइम पे भी अकाल आया। तो दाऊद ने यहोवा से प्रार्थना की। यहोवा ने कहा, यह शाऊल और उसके खूनी घराने के कारण हुआ, क्योंकि उसने गिबोनियों को मरवा डाला था। तब राजा ने गिबोनियों को बुलाकर उनसे बातें की। गिबोनी लोग इज़राइल में से नहीं थे, वे बचे हुए एमोरियम में से थे और इज़राइलियों ने उनके साथ शपथ खाई थी। परंतु शाऊल को जो इज़राइलियों और यहूदियों के लिए जलन हुई थी, इससे उसने उन्हें मार डालने का यत्न किया था। तब दाऊद ने गिबोनियों से पूछा, मैं तुम्हारे लिए क्या करूं और क्या करके ऐसा प्रायश्चित करूं कि तुम यहोवा के निज भाग को आशीर्वाद दे सको? गिबोनियों ने उससे कहा, हमारे और शाऊल या उसके घराने के मध्य रुपए पैसे का कोई झगड़ा नहीं और न हमारा काम है कि किसी इज़राइली को मार डालें। उनसे कहा, जो कुछ तुम कहो वही मैं तुम्हारे लिए करूंगा। उन्होंने राजा से कहा, जिस पुरुष ने हमको नष्ट कर दिया और हमारे विरुद्ध ऐसे युक्ति की कि हमारा ऐसा सत्यानाश हो कि इज़राइल के देश में आगे को न रह सके, उसके वंश के 7 जन हमें सौंप दिए जाए और हम उन्हें यहोवा के लिए यहोवा के चुने हुए शाऊल की गिबा नामक बस्ती में फांसी देंगे। राजा ने कहा, मैं उनको सौंप दूंगा। परंतु दाऊद ने और शाऊल के पुत्र योनातान ने आपस में यहोवा की शपथ खाई थी। इस कारण राजा ने योनातान के पुत्र मबीबशोत को, जो शाऊल का पोता था, बचा रखा। और उसके बाद हम चलेंगे 14वीं आयत पर। तब शाऊल और उसके पुत्र योनातान की हड्डियां बिन्यामीन के देश के जेला में शाऊल के पिता कीश के कब्रिस्तान में गाड़ी गई और दाऊद की सब आज्ञाओं के अनुसार काम हुआ। उसके बाद परमेश्वर ने देश के लिए प्रार्थना सुन ली। एक और बार हम पढ़ेंगे, उसके बाद परमेश्वर ने देश के लिए प्रार्थना सुन ली। നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമല്ലോ. ദാവൂദ് രാജാവിന്റെ സമയത്ത് ആ ദേശത്ത് ക്ഷാമം വന്നു. ഇപ്പൊ നടന്ന പോലെ ദാവൂദ് എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ നിന്നെ മുന്നിരുന്ന കിങ് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു, പക്ഷെ കമ്മിറ്റ്മെന്റ് ഓണർ ചെയ്തില്ല, എല്ലാവരെയും നശിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചെന്ന് ആ ഗ്രൂപ്പിനോട് ചോദിച്ചു, എന്ത് വരും? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഫൈനാൻസ്, സ്വർണം, വെള്ളി അതൊന്നും തന്ന് സെറ്റിൽമെന്റ് ചെയ്താൽ നടക്കത്തില്ല. കൊന്നവന്റെ വീട്ടിൽ നിന്ന് 7 വംശങ്ങളെ ഞങ്ങൾക്ക് വേണം, അവരെ തന്ന് ഞങ്ങൾ അവരെ കൊല്ലും, എന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ദാവൂദ് രാജാവ് പറഞ്ഞു, ശരി, ഞാൻ അവരെ തന്നേക്കാം. അപ്പൊ അങ്ങനെ ദാവൂദ് രാജാവ് അവരുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ യോനഥന്റെ വീട്ടിൽ നിന്നുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിടിച്ചു കൊടുത്തു. അവരെയൊക്കെ പിടിച്ചു കൊന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ക്ഷാമം, ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയത്. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? और जैसे हमने अभी पढ़ा कि दाऊद ने उस टाइम उस देश में जहां पे दाऊद राज्य कर रहा था, वहां पे अकाल पड़ा, जैसे अकाल अभी हमारे देश में भी है। और अकाल आया तो दाऊद परमेश्वर के सामने गया और पूछा, भाई अकाल क्यों है? तो परमेश्वर ने दाऊद को बताया, इस कारण क्योंकि शाऊल ने गिब्रानियों के साथ जो कमिटमेंट किया था उससे वो पीछे हट गया, उसी कारण वो श्राप आया।
तो दाऊद जो था वो गिबोनियों के पास गया और उनसे पूछा कि मैं तुम्हारे साथ कैसे सेटलमेंट कर सकता हूं। तो गिबोनियों ने बोला, भाई ये सेटलमेंट ना पैसा, ना चांदी, ना रुपए से होगा, परंतु शाऊल के पीढ़ियों में से हमें 7 लोग चाहिए जिससे हम यहोवा के हाथ में सौंप देंगे। और दाऊद ने क्या किया, योनातान के घराने को छोड़कर उनकी पीढ़ियों में से 7 लोग गिबोनियों के हाथों में दे दिया। जब देने के बाद, जब सैक्रिफाइस हुआ, तब परमेश्वर ने उनकी प्रार्थना सुनी। उसके बाद अब मैं बताऊंगा कि इसमें से हम क्या सीख सकते हैं। നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വംശീയ ശാപങ്ങളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സോൾ ചെയ്ത അല്ലെങ്കിൽ ശൗൽ രാജാവ് ചെയ്ത തെറ്റിന് അതിന്റെ ഫലം അനുഭവിച്ച ആരാ? और इस टाइम हम सीख रहे हैं पीढ़ियों के श्राप के बारे में। मतलब जब शाऊल राजा ने, जो सॉल ने जो गलती की, उसका जो नतीजा है अब कौन भुगत रहा है। നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങള്, ഇപ്പൊ കർത്താവിനെതിരെ നിൽക്കുന്ന, വചനം പഠിക്കാതെ ചർച്ചിൽ പോകാതെ പാസ്റ്റർമാർക്കെതിരെ, കർത്താവിനെതിരെ, കർത്താവിന്റെ ഇതിനെതിരെ നിൽക്കുന്നത്, ഇപ്പൊ 20, 25, 30, 35 വയസ്സുള്ള നിങ്ങളുടെ കൺമുന്നിൽ 70, 80 വയസ്സിൽ കരഞ്ഞോണ്ടിരുന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇത് എന്തു പറ്റി, എന്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എന്താ ഇങ്ങനെ ഒരു പ്രശ്നം. അതിന്റെ കാരണം വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ദിവസങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ വഴിയെ നടക്കുക. നിങ്ങളുടെ വംശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. और जब हम परमेश्वर के वचन के अनुसार नहीं चलते, उसको त्याग कर किसी और के पीछे चलते हैं, जब हम परमेश्वर के अभिषेक लोगों के अगेंस्ट जाके बात करते हैं, उसकी सेवा खुशी के साथ नहीं करते, तो हम जो है हमारे ऊपर नहीं परंतु पीढ़ियों के ऊपर हम श्राप को इनवाइट करते हैं। मैं इसीलिए आपको बता रहा हूं कि आप उन श्रापों से बाहर निकल सके, ताकि आपकी पीढ़ियां भी उन श्रापों में ना फंसे। ഒന്നും ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ വരുന്ന ജനറേഷനും നശിച്ചു പോകുന്ന തരത്തിൽ ഒന്നും ചെയ്യരുത്. ദാവൂദ്, ഷൗല്, കിങ് സോള് പറഞ്ഞ എഗ്രിമെന്റ് ഓണർ ചെയ്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേളിൽ ഒരു ശാപം വന്നു. നിങ്ങൾ എന്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്ത് ഹത്യ, എന്ത് തെറ്റുകളാണ് ചെയ്തത്, നിങ്ങളുടെ മേളിലും കുടുംബത്തിന്റെ മേളിലും ശാപങ്ങൾ വരാതിരിക്കട്ടെ. और ऐसा कोई कार्य मत करना कि आप अपने पीढ़ियों के ऊपर भी श्राप को इनवाइट करें। जैसे शाऊल ने जो कमिटमेंट से वो पीछे हट गया और उसके पीढ़ियों पे वो श्राप आया, तो आपका एक कार्य आपके पीढ़ियों के ऊपर श्राप को इनवाइट कर सकता है और इसमें से आप भी बाहर निकल सकते हैं। സോൾ ഒരു എറർ കമ്മിറ്റ് ചെയ്തു. 7 വംശങ്ങൾ അവരൊന്നും ചെയ്തില്ല തെറ്റ്. അവരുടെ തെറ്റെന്താ? ആ വംശത്തിൽ ജനിച്ചു പോയി, അപ്പൻ ചെയ്ത്, അപ്പുപ്പൻ ചെയ്ത്, അവരുടെ പുറയിലെ തലമുറ ചെയ്ത തെറ്റുകളാണ് ആ 7 ആളുകൾ നശിച്ചു, ആ കുടുംബങ്ങൾ നശിച്ചു പോയി. ആരാ അതിന്റെ കാരണം? അത് തുടങ്ങി വെച്ച ആള്. और शाऊल की एक गलती के कारण उसकी जो पीढ़ियां थी उसको वो श्राप भुगतना पड़ा। उन पीढ़ियों ने कोई गलत कार्य नहीं किया था, परंतु शाऊल उस पीढ़ियों के पिता या दादा ने जो गलती की वो पीढ़ियों को भुगतना पड़ा। इसका मतलब अगर आपने कोई गलती की तो आपकी पीढ़ियां उसको भुगतेंगी। ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, കർത്താവേ, നിങ്ങൾ വൈഫിന് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്താ അനുഗ്രഹം വരാത്തെ, നമ്മുടെ മിനിസ്ട്രിയിൽ എന്താ അനുഗ്രഹം വരാത്തെ, നമ്മൾ ചെയ്യുന്ന കുടുംബ കാര്യങ്ങൾ എന്താ അനുഗ്രഹം വരാത്ത, നമ്മുടെ കൃഷി എന്താ അനുഗ്രഹം വരാത്ത, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ എന്നും ഈ അസുഖങ്ങള്. നിങ്ങൾ ചിലപ്പോൾ തലമുടി പിടിച്ച് വലിക്കുന്നുണ്ടായിരിക്കും, എല്ലാം ചെയ്ത് കാണും. ഞാൻ പറയാൻ പോകുന്നേ, അതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ അപ്പുപ്പന് അവരുടെ വംശങ്ങൾ ചെയ്ത പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ തുറന്ന് തലയിട്ടാലും മലമുടയിട്ടാലും ഒന്നും മാറാൻ പോകുന്നില്ല. ആ ശാപങ്ങൾക്ക് മേളില് അതിനെ ഖണ്ഡിക്കാതെ, അതിനുവേണ്ടി പരിഹാരം ചെയ്യാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, അതിന്റെ പുറകിൽ ഒരു ശാപം ആക്ടിവേറ്റ് ആയിരിക്കും ചിലപ്പം. और कई बार आप और आपकी पत्नी मिलके सोचते होंगे कि भाई हम व्यवसाय कर रहे हैं, हम जॉब कर रहे हैं, परंतु कोई भी आशीष नहीं नजर आ रहा। आप कई बार अपने बालों को पकड़ के खींचते हुए सोचते होंगे कि भाई मैं इतना मेहनत कर रहा हूं पर मेरे ऊपर ऐसे क्यों हो रहा है। इसके पीछे हो सकता है आपने कोई भी गलती ना की हो, परंतु आपके दादा, आपके पिता, आपके दादा, आपके परदादा ने ऐसी कोई गलती की हो जिसका श्राप आपकी पीढ़ियों से हो रहा हो, जिसके वजह से श्राप आपके पीढ़ियों में एक्टिवेटेड हो। और उसके लिए आपको प्रार्थना करना है, उसमें से आपको निकलना है। आप कुछ भी करें, आपने गलती ना भी की हो, आपके जो एंसेस्टर, जो पुरखाएं हैं, उन्होंने जो गलती की उसका श्राप आपके ऊपर है। സോള് ചെയ്ത തെറ്റ് ഒരു കമ്മിറ്റ്മെന്റിന് എതിരെ പോയി, ഒരു ഓത്ത് അല്ലെങ്കിൽ ഒരു വാഗ്ദത്തത്തിനെതിരെ പോയി പ്രവർത്തിച്ചു. അതാണ്
അതുകൊണ്ട് ഞാൻ ഇനി വരുന്ന അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പറയാം, ഇങ്ങനെയുള്ള ഞാൻ ഈ എല്ലാ കഴ്സുകളെ കുറിച്ച് ഞാൻ കവർ ചെയ്തു. അടുത്ത എപ്പിസോഡിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശാപങ്ങൾ കെട്ടൊഴിയും, എല്ലാ ശാപക്കെട്ടുകളും വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ മേളിലെ, നിങ്ങളുടെ കുടുംബത്തിലെ മേളിൽ അനുഗ്രഹം വരും. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. അന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. और शाऊल के एक गलती के वजह से उसकी पीढ़ियों ने वो श्राप को भुगता है. अगले जो एपिसोड में मैं हर एक श्राप के अगेंस्ट प्रार्थना करूंगा, आप मिस मत कीजिएगा. हमने अब तक सारे श्रापों को कवर कर लिया है और अगले एपिसोड में हम उन श्रापों के अगेंस्ट प्रार्थना करेंगे. हम तोड़ेंगे, हर एक श्राप को हम तोड़ेंगे. तो मिस मत कीजिएगा और मिलके हम प्रार्थना करेंगे. കാണാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അനുഗ്രഹം നിറയട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഫാമിലി ലൈഫ്, മിനിസ്ട്രി എല്ലാത്തിലും കർത്താവിന് അനുഗ്രഹം വരട്ടെ. और अगला एपिसोड आप मिस मत कीजिएगा, क्योंकि हम प्रार्थना करेंगे और मेरा विश्वास है कि आपका परिवार, आपकी जो पीढ़ियां हैं, आपके जो जनरेशंस है, वो आशीषित होंगे. ആമേൻ. आमीन. खाना बहुत अच्छा, खाने के लिए धन्यवाद. पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद. खाने के लिए धन्यवाद. थैंक यू. ये जितने भी फोटोज़ और वीडियोज़ आपने देखे, ये जीसस किचन का एक छोटा सा क्लिप था, ये अपडेट करने के लिए कि जीसस किचन में क्या होता है. और एक बार फिर मैं जीसस किचन की ओर से, पूरी टीम की तरफ से आपको धन्यवाद कहना चाहती हूँ कि आप जीसस किचन के साथ अड़े और खड़े रहे. आपके योगदान के द्वारा इस महीने, जो लास्ट जो महीना गया है, उसमें हमने बिस्किट्स दिए, हमने आइसक्रीम्स दिया और हमने थोड़ा राशन, जो खाने का जो मेन्यू है, उसको भी थोड़ा सा चेंज किया. और थैंक यू, आप सब ने सपोर्ट किया जीसस किचन के लिए. और मैं आपसे एक चीज़ और कहना चाहती हूँ, जब आपके घर में कोई भी बर्थडेज होता है या एनिवर्सरीज होता है, आप जीसस किचन के साथ आके मना सकते हैं. आपने स्वीट्स खरीद के दे दिया, आपने बिस्किट्स खरीद के दे दिया, या आपने उस दिन का राशन, उस दिन का जो फूड है, आप अपनी तरफ से भी स्पॉन्सर कर सकते हैं. क्योंकि बहुत सारे लोग हमें कॉल करके पूछते हैं क्या हम कर सकते हैं, तो प्लीज़ आगे आके आप कर सकते हैं. वो एक दिन का खाना आप अपने परिवार की तरफ से भी आप स्पॉन्सर कर सकते हैं. और हम धन्यवाद कहना चाहते हैं एक बार फिर. भूलिएगा मत, अपने बर्थडेज को, अपने एनिवर्सरीज को जीसस किचन के साथ मनाइए. उन बच्चों के साथ मना सकते हैं जिनके मुंह पे आप वो मुस्कुराहट, आपके मुंह आपको दिखाई देगा. और वो मुस्कुराहट जो आप देखेंगे, वो मुस्कुराहट कोई भी चीज़ उसके मुकाबले नहीं है. तो ज़रूर अपने बर्थडेज और एनिवर्सरीज जीसस किचन के साथ बनाइए. और एक बार एक चीज़ और मैं आपको बताना चाहती हूँ या रिक्वेस्ट करना चाहती हूँ, जब आप अपने घर का राशन
खरीदते हैं तो जीसस किचन को याद रखिएगा। जब आप दाल चावल मसाले खरीदते हैं तो जीसस किचन के लिए भी आप कुछ खरीद सकते हैं। मेरा विश्वास है जैसे आप जीसस किचन के साथ अड़े और खड़े रहे हैं, लास्ट थ्रू आउट 1 ईयर आपने एक बार स्पॉन्सर किया, एक बार आपने हेल्प किया, परमेश्वर का प्रतिफल, जो प्रतिफल है वो परमेश्वर की ओर से आता है और मेरा विश्वास है कि परमेश्वर आपको कभी भी गिरने नहीं देगा। उसका प्रतिफल आपके जीवन में, आपके बच्चों के जीवन में आएगा। थैंक यू एंड गॉड ब्लेस यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബായ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസന്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബായ്. പ്രൈസ് ദി ലോർഡ്.